പ്രൈസ് ലോർഡ്. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നിത്യ വീട്ടിലെത്താനിനി അല്പദൂരം മാത്രമേയുള്ളൂ. ആ സമയം പാഴാക്കാതെ ഉണർന്നു കൊള്ളുക. നിത്യ വീട്ടിലെത്താനിനി അല്പദൂരം മാത്രമേയുള്ളൂ. ആ സമയം പാഴാക്കാതെ ഉണർന്നു കൊള്ളുക. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ. എൻ കരം പിടിച്ചനുദിന മാരുപൂവിൽ നടത്താമെ നുരച്ചവനൊരു നാളും മറക്കുകയില്ല. കരം പിടിച്ചനുദിനം മാരുപൂവിൽ നടത്താമെ നുരച്ചവനൊരു നാളും മറക്കുകയില്ല. എൻ കരം പിടിച്ചനുദിനം മാരുപൂവിൽ നടത്താമെ നുരച്ചവനൊരു നാളും മറക്കുകയില്ല. എൻ കരം പിടിച്ചനുദിനം മാരുപൂവിൽ നടത്താമെ നുരച്ചവനൊരു നാളും മറക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. കർത്താവിന്റെ വചനം കേൾക്കുവാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ കർത്താവിന്റെ നാമത്തിൽ എൻ്റെ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇപ്പോഴും പിന്നെയുമായി ശ്രദ്ധിക്കുന്ന മുഴുവൻ പേരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എവിടെയായിരുന്നാലും കർത്താവിനെ ഉയർത്താൻ ലഭിക്കുന്ന അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എത്രയോ പെട്ടെന്നുള്ള മരണങ്ങൾ കാണുമ്പോൾ ദൈവം നമ്മെ ഒരു ദിവസവും കൂടെ പരിപാലിച്ചു. നമുക്ക് വീണ്ടും കർത്താവിനെ സ്തുതിക്കാൻ കൃപ നൽകിയത് അതെത്ര വലിയ സന്തോഷമുള്ള കാര്യമാണെന്നറിയാമോ? നമ്മൾ കണ്ടതാണ് കൊറോണ പോലെയുള്ള മാരകമായ പ്രയാസങ്ങളുടെ നടുവിൽ ഒരുപാട് മനുഷ്യർ ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് ഇതുവരെ ദൈവം നമ്മെ നിർത്തി. അതിന്റെ അർത്ഥം ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നാം വീണ്ടും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ദൈവം നമ്മിൽ ഉദ്ദേശിക്കുന്ന ആ ഫലപ്രാപ്തിയിൽ നാം എത്തിയിട്ടില്ല. അതെത്തിയാൽ ദൈവം നമ്മെ വിളിക്കും. നമുക്ക് ഈ ലോകത്തിൽ വെച്ച് കർത്താവിന്റെ ഉദ്ദേശം നിവർത്തിച്ചതിന് ശേഷമേ പോകാവുള്ള നമ്മൾ പ്രാർത്ഥിക്കണം. ജീവനുള്ളവരുടെ ദേശത്തെ യഹോവയുടെ നന്മ കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യണം. നിശ്ചയമായും ദൈവത്തിന്റെ നന്മ കാണാൻ ദൈവം നമ്മെ ഈ ഭൂമിയിൽ ഇരുത്തിയിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ ഓർക്കും, നമ്മളെക്കാൾ ആരോഗ്യമുള്ളവരെന്ന് തോന്നിയവരൊക്കെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോഴും എന്നെ എന്തുകൊണ്ടാണ് ദൈവം ഇരുത്തിയിരിക്കുന്നത്? എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വേല പൂർത്തീകരിച്ചു കഴിയുമ്പോൾ നാം ഈ ലോകത്തിൽ നിന്ന് പോകേണ്ടി വരും. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ വീടിനോട് നമ്മൾ അടുത്തു എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. ഭക്തനായൊരു ദേവദാസൻ എഴുതിയ പാട്ടിന്റെ അടികളാണ് ഞാനിവിടെ പാടിയത്. നാളിതുവരെ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നിത്യ വീട്ടിലെത്താൻ ഇനി അല്പദൂരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ സമയം പാഴാക്കാതെ ഉണരണം. അതുകൊണ്ട് കർത്താവ് നമ്മെ അനാഥരായി വിടുകയില്ല. ഈ ഉറപ്പ് ലഭിച്ച ദൈവമക്കളാണ് നമ്മൾ. അതുകൊണ്ട് ഏത് പ്രതിസന്ധിയുടെ നടുവിലും കർത്താവ് എന്നെ കൈവിടത്തില്ലെന്നൊരു ഉറപ്പ് നമുക്കുണ്ടാകണം. മാനുഷികമായ കരങ്ങളൊക്കെ താണുപോകും. നമ്മളെ താങ്ങാമെന്ന് പറയുന്നവരൊക്കെ വാക്കുമാറിക്കളയും. ഒരിക്കലും കണ്ടിട്ടില്ലാത്തതുപോലെ പെരുമാറും. നമ്മൾ സഹായിച്ചവരൊക്കെ നമുക്ക് എതിരെ നിൽക്കും. എന്നാൽ ഒരിക്കലും നമ്മളെ കൈവിടാത്ത രക്ഷകൻ, നമ്മൾ കൊടുക്കുന്നതിന്റെ മഹത്വം കൊണ്ടോ നമ്മുടെ സ്നേഹത്തിന്റെ കൂടുതൽ കൊണ്ടോ നമ്മൾ വിശ്വസ്തരായതുകൊണ്ടോ അല്ല, നമ്മുടെ ജീവിതത്തിൽ കുറവുകളൊക്കെ ഉള്ളപ്പോഴും ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നൊരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ കർത്താവിനെ കാത്തിരിക്കാം. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. അതിനുവേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കാം. നിശ്ചയമായും കേട്ട വചനങ്ങൾ ഓരോന്നും നമ്മുടെ ഹൃദയത്തിൽ നാം അയവിറക്കിക്കൊണ്ടിരിക്കുക. വ്യത്യസ്തമായ ഒരു ചിന്ത പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, പുലർച്ചയ്ക്ക് മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരുമെല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു. ഇത് നമുക്ക് ഒത്തിരി അറിയാവുന്ന ഒരു വചനത്തിന്റെ ഭാഗമാണെന്നാൽ അതിനകത്തൂടെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ ചില ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. 26-ാം അധ്യായത്തിൽ കർത്താവിനെ പിടിച്ച് മഹാപുരോഹിതന്മാരും
മൂപ്പന്മാരും ഒക്കെ ഒന്നിച്ചു കൂടി കർത്താവിനെ ഹെരോദാവിന്റെ കൊട്ടാരത്തിന് കൊണ്ടുവരും. അദ്ദേഹം ഇരിക്കുന്ന ന്യായാസനത്തിന്റെ മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ അതിനുശേഷം 27-ാം അധ്യായത്തില് പുലർച്ചെ പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പോൾ രാത്രിയിലാണ് യേശുവിനെ പിടിച്ചത്. പെസഹ കഴിഞ്ഞ് രാത്രിയിൽ യേശുവിനെ പിടിച്ചു. അതിനുശേഷം പ്രഭാതത്തിൽ പുലർച്ചയ്ക്കാണ് 27-ാം അധ്യായം തുടങ്ങുന്നത്. നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ അറിയാം, ഒരു രാത്രി കർത്താവ് ആ കൊട്ടാരത്തിനകത്ത് ഒരു മുറിയിലാണ്. അപ്പോ അതിനുശേഷം 2 പ്രാവശ്യം കോഴി കൂകുന്നതിന് മുൻപ് 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുമെന്ന് കർത്താവ് പത്രോസിനെ നോക്കി പറഞ്ഞു. അപ്പൊ കോഴി കൂകുന്ന സമയം സന്ധ്യയ്ക്ക് പിടിക്കുന്നു. ഇവിടെ പുലർച്ചെ. ഇപ്പൊ നമുക്ക് മനസ്സിലായി ഒരു രാത്രി അവിടെ ഉണ്ട്. ഒരു രാത്രിയിലാണ് ഈ കർത്താവിന്റെ വിധികളും അവിടെയുള്ള സംസാരങ്ങളും ഒക്കെ നടക്കുന്നത്. നിങ്ങൾ എത്ര പേര് ഇസ്രായേലിൽ പോയിട്ടുണ്ട്? കർത്താവ് അന്ന് രാത്രി ചിലവഴിച്ച മുറിയിൽ പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പോയി കണ്ടിട്ടുള്ള ഒരു കാര്യം പറയാം. അവിടെ കർത്താവിനെ ഒരു രാത്രി മുഴുവൻ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ ഈ വായിച്ച 27-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിന്റെയും 26-ാം അധ്യായത്തിന്റെയും ഇടയിൽ ഒരു രാത്രി, ആ രാത്രി മുഴുവൻ കർത്താവിനെ സൂക്ഷിച്ച ഒരു സ്ഥലം നമുക്കവിടെ കാണാം. അത് ഹെരോദാവ് ന്യായാസനത്തിൽ വന്നിരിക്കുന്ന അന്നത്തെ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും എല്ലാം ഒരുമിച്ച് വന്നിരുന്ന് യേശുവിനെ കുറ്റം വിധിക്കുന്ന അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന ഒരു റൂമുണ്ട്. ആ റൂമിനകത്ത് പുലർച്ചെയാകുന്നത് വരെയും എന്ന് പറയാ, രാത്രിയിൽ ഏകദേശം പല സമയങ്ങളിങ്ങനെ കുറ്റം വിധിച്ചു. ആ രാത്രിയിൽ കർത്താവിനെ അവിടെ ആക്കിയിട്ട് അവരെല്ലാവരും അവിടുന്ന് പോവുകയാണ്. അവിടെ കാണുന്ന ഒരു മുറി, ആ അദ്ദേഹത്തിന്റെ ന്യായാസനം ഇരിക്കുന്ന സ്ഥലത്തിന്റെ തൊട്ട് താഴെ ഒരു ഇരുട്ടുള്ള മുറിയുണ്ട്. ആ മുറിയിലേക്ക് നമ്മൾ ആ ബിൽഡിങ്ങിന്റെ അടുക്ക ചെല്ലുമ്പോൾ കാണുന്നത് ചക്ക കെട്ടി ഇറക്കുന്നത് പോലെ യേശുവിനെ ഒരു കയറിൽ കെട്ടി ആ ഇരുട്ടുള്ള മുറിയിലേക്ക് ഇറക്കുന്നതാണ്. ആ പടം അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് കാണുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കരയുന്നത് ആ സ്ഥലത്ത് ചെല്ലുമ്പോഴാണ്. ഒരു രാത്രി മുഴുവൻ ആ ഇരുട്ടറയ്ക്കകത്ത് മറ്റാർക്കും ഇറങ്ങി ചെല്ലാനൊക്കെ, ഇപ്പൊ നമുക്ക് അവിടെ ചെല്ലാൻ സ്റ്റെപ്പൊക്കെ പണിത് ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ളൊരു മുറിയായിട്ട് മാറ്റിയത്. പക്ഷെ അന്ന് ഇരുട്ടിനകത്ത് കർത്താവിനെ കെട്ടിയിറക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇരുട്ടു മുറിയിലേക്ക് കർത്താവിനെ കെട്ടിയിറക്കിയ ഒരു രാത്രി 27-ാം അധ്യായത്തിന് മുൻപുണ്ട്. അതിനുശേഷമാണ് പുലർച്ചയ്ക്ക് വീണ്ടും യേശു ക്രിസ്തുവിനെ ആ മുറിയിൽ കൊണ്ടുവന്ന് അവർ കുറ്റം വിധിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ആ രാത്രിയിൽ സകലത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ഇരുട്ടും വെളിച്ചവും ഒരുപോലെയാണ് ദൈവത്തിന്. ഇരുട്ടിനെ സൃഷ്ടിച്ചതും വെളിച്ചത്തെ സൃഷ്ടിച്ചതും ദൈവമാണ്. ആ ഇരുട്ടിനകത്ത് നീതിസൂര്യനായ കർത്താവ് ഒരു രാത്രി കിടക്കുക. അവിടെ ചെന്നപ്പോ നീതിസൂര്യനാണ്, സൂര്യൻ അവിടെ ഉദിപ്പിക്കാൻ തനിക്ക് കഴിയും. വേണമെങ്കിൽ അവിടെ പ്രകാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ പ്രകാശമുണ്ടാക്കാനുള്ള അധികാരം ഈ സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രനുണ്ട്. പക്ഷെ ആ രാത്രിയിൽ സൂര്യൻ ഉദിപ്പിച്ച് അവിടെ ഒരു അത്ഭുതം കാണിക്കുകയല്ല, ആ രാത്രിയിലെ ഇരുട്ടിനകത്ത് താൻ വിശ്രമിച്ചത് എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി നിലവിളിച്ചുകൊണ്ടാണ്. ചില രാത്രികൾ കർത്താവ് അനുഭവിച്ചതുപോലെ നാമും അനുഭവിക്കേണ്ടി വരും. ആരും സഹായമില്ലാത്ത, മറ്റൊരാളെയും കാണാൻ പറ്റാത്ത, അടുത്ത് നിൽക്കുന്നവരെ പോലും മനസ്സിലാകാത്ത ചില രാത്രികൾ ഭക്തന്മാരുടെ ജീവിതത്തിലും ഉണ്ടാകാം. ഇന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത് ചില രാത്രികളെ കുറിച്ച്. നമ്മളൊരു രാത്രിയിലാണ് ചിന്തിക്കുന്നത്. ചില ജീവിതത്തിന്റെ രാത്രികൾ നമ്മുടെ മേലുള്ള ദൗത്യ നിർവഹണത്തിനു വേണ്ടി നമ്മെ പ്രാപ്തരാക്കുന്നതാണ്. യേശു ആ ഇരുട്ടിനകത്തിരുന്നത് പിറ്റേ ദിവസം തനിക്കെതിരെയുള്ള വിധി പുറപ്പെടുവിക്കുവാണെന്നറിയാം. താൻ ഈ ലോകത്തിൽ വന്നത് മാനവരാശിയുടെ പാപമേറ്റെടുത്ത് അവരെ നിത്യതയിലെത്തിക്കാനാ, പിതാവിന്റെ മുമ്പിൽ കൊണ്ടെത്തിക്കാനാ. അതിനുവേണ്ടി വന്ന യേശു ക്രിസ്തുവിന് ഈ ഇരുട്ടിന്റെ രാത്രിയുടെ അനുഭവം ആവശ്യമാണോ? അതെ,
ഈ ഒരു ഇരുട്ടിലൂടെ കടന്ന് താൻ തന്റെ ദൗത്യം പൂർത്തീകരിക്കാതെ ഭൂമിയിൽ നിന്ന് പോയാൽ ഇന്നും നമ്മൾ നമ്മുടെ പാപങ്ങളിൽ ഇരിക്കുമായിരുന്നു. മറ്റൊരു കാര്യം, യേശു തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തനിക്ക് വേണ്ടി ഒരത്ഭുതവും ചെയ്തിട്ടില്ല. കല്ലപ്പമാക്കാൻ പറയുകയോ അങ്ങനെയുള്ള പല കാര്യങ്ങൾ പറഞ്ഞപ്പോഴും എടുത്ത് ചാട് നിനക്ക് അത് തരാമെന്നെല്ലാം പറഞ്ഞ തനിക്ക് വേണ്ടി ഒരത്ഭുതവും താൻ ചെയ്തില്ല. ആ ഇരുട്ടറയ്ക്കകത്ത് ഈ നിൽക്കുന്നവരെ മുഴുവൻ അതിശയിപ്പിച്ചുകൊണ്ട് വെളിച്ചമുണ്ടാക്കാൻ കഴിയുന്ന കർത്താവ് ആ രാത്രിയെ മനസ്സുകൊണ്ട് അംഗീകരിച്ച് തൻ്റെ ദൈവത്വം തന്നിലുള്ളപ്പോൾ തന്നെ തൻ്റെ മനുഷ്യത്വത്തിൽ താൻ അവിടെ ഇരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ആ രാത്രിയിൽ ദൈവം ജനത്തോട് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ രാത്രി ക്രിസ്തു നമുക്ക് പകരമായി ആ ഇരുട്ടിന്റെ മുറിക്കകത്തിരുന്ന് താൻ നേരിടുവാനുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് പിതാവിന്റെ അടുക്കൽ നിന്ന് തൻ്റെ എല്ലാ പദവികളും വെച്ചിട്ട് ഭൂമിയിലേക്ക് വന്ന് താണനിലയിൽ വന്ന് മനുഷ്യനോട് സമമായത് നമ്മെ രക്ഷിക്കാനായിരുന്നു എങ്കിൽ, ആ ദൗത്യ നിർവഹണത്തിനു വേണ്ട ശക്തി പ്രാപിച്ചെങ്കിൽ, ഞാൻ നിങ്ങളോടും എന്നോടും പറയുക, നമ്മുടെ ചില ദൗത്യങ്ങളുടെ പൂർത്തീകരണത്തിന് മുൻപ്, നമ്മെ ഏൽപ്പിച്ച ചില താലന്തുകളുടെ വ്യാപാരത്തിന് മുൻപ്, നമ്മെ ഏൽപ്പിച്ച ചില ശുശ്രൂഷകൾക്ക് മുൻപ്, നമ്മുടെ ആത്മീക ജീവിതത്തിന് കരുത്ത് പ്രാപിക്കുന്നതിന് മുൻപ് നാം അഭിമുഖീകരിക്കേണ്ട ചില രാത്രികൾ ഉണ്ടെന്ന് മറക്കരുത്. ഒരുപാട് പേര് കൂട്ടം കൂടി നമ്മുടെ ചുറ്റും നിൽക്കുന്നുണ്ടായിരിക്കാം. നിന്നെ വിട്ടു പിരിയത്തില്ല എന്ന് പറയുന്നവരുണ്ടായിരിക്കാം. പത്രോസ് പറഞ്ഞ മരിക്കേണ്ടി വന്നാലും നിന്നെ വിട്ടിട്ട് പോകില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ പത്രോസ് പോലും അരമനയ്ക്കകത്തോട്ട് ചെന്ന് യേശുവിന് എന്ത് സംഭവിക്കുന്നറിയാൻ ചെന്നിട്ട് തൻ്റെ മരണഭയം മൂലം പേടി കൊണ്ട് താനും തള്ളിപ്പറഞ്ഞു. യേശു അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ടാണ് അവനോട് പറഞ്ഞ വാക്ക് ഓർപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, എല്ലാവരും കൈവിടുന്ന ചില രാത്രികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. ഉറ്റവരും സ്നേഹിതരും ഒക്കെ നമ്മെ കൈവിടും. ഏറ്റവും പ്രിയമുള്ളവരെന്ന് പറയുന്നവർ നമ്മളെ മാറ്റി നിർത്തും. നൊന്ത് പ്രസവിച്ചു വളർത്തി വലുതാക്കിയ മക്കൾ നമുക്കെതിരെ സംസാരിക്കുന്ന ചില രാത്രികൾ. ഞാൻ നിന്നെ മരണം വരെ വിടുകയില്ലെന്ന് പറഞ്ഞ ഭർത്താവ് ഭാര്യയൊക്കെ മാറി നിൽക്കുന്ന അനുഭവങ്ങൾ. നിങ്ങളെ ഒരിക്കലും ഞങ്ങൾ മറക്കയില്ലെന്ന് പറയുന്ന ചില സ്നേഹബന്ധങ്ങൾ. ഇതൊക്കെ മാറി നിന്നുകൊണ്ട് നമ്മെ ഇരുട്ടിലാക്കുന്നത് പോലെ ചില അനുഭവങ്ങൾ വരുമ്പോൾ ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ അത് നിന്റെ ജീവിതത്തിൽ അനുവദിച്ച രാത്രിയാണ്. നിനക്കത് മാറ്റാൻ കഴിയില്ല. ഞാൻ അതിലൂടെ നിന്നെ കടത്തി വിട്ടാൽ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുകയുള്ളൂ. ഇതാണ് യേശു കടന്നുപോയ രാത്രി. എത്രയോ രാത്രികളിൽ വടിയും വാളുമൊക്കെയായി തന്നെ പിടിക്കാൻ വരുന്ന രാത്രികൾ നാം കണ്ടിട്ടുണ്ട്. എന്തിനാ ഇത്രയുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്? ദൈവാലയത്തിൽ വെച്ച് പ്രസംഗിച്ച് എന്നെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തൻ്റെ കൂടെയുള്ളവരെല്ലാം മാറ്റി നിർത്തിയ രാത്രികൾ യേശുവിനുണ്ട്. അവരെ എല്ലാവരും വെറുതെ വിട്ടത്. അവരാരുമല്ല, ഞാനാണ് നിങ്ങൾ അന്വേഷിക്കുന്നയാള് എന്ന് പറഞ്ഞുകൊണ്ട് നേരിട്ട് ചെല്ലുക. ആ സമയത്തും പത്രോസിന്റെ ഹൃദയത്തിൽ ആ ഒരു വൈകാരിക മനോഭാവത്തിൽ മൽക്കോസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കാത് വെട്ടിക്കളഞ്ഞിട്ട് ആ കാതെടുത്ത് ആ സൃഷ്ടാവ് ചെവിയിലേക്ക് പിടിപ്പിച്ചുകൊണ്ട് ആ രാത്രിയെ നേരിട്ടു. പ്രിയമുള്ളവരെ, നമ്മുടെ കഷ്ടങ്ങളുടെ നടുവിൽ, നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിൽ മനുഷ്യർ നമ്മെ ഒറ്റപ്പെടുത്തുമ്പോൾ, നാം പിടിക്കപ്പെടുന്ന അനുഭവങ്ങൾ വരുമ്പോൾ, ചെയ്യാത്ത കുറ്റങ്ങൾക്ക് വേണ്ടി നാം വേദനപ്പെടുമ്പോൾ നാം പ്രതികരിക്കുന്നവരായി മാറും. നാം മറ്റുള്ളവർക്കെതിരെ സംസാരിക്കുന്നവരായി മാറിയേക്കാം. ഈ രാത്രി അരുമനാഥന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. നീ ആർക്കും പ്രതികരിക്കാൻ പോകരുത്. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കുവാൻ ആർക്കും സഹായിക്കാൻ കഴിയാത്ത രാത്രികളിലൂടെ നീ പോകേണ്ടി വരും. പക്ഷേ ആ രാത്രിയിലും എന്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ടെന്ന് മറക്കരുത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളോട് കൂടെയുള്ള ഒരു ദൈവ സാന്നിധ്യം അത് നമ്മുടെ ആരോഗ്യമുള്ള കാലത്ത് മാത്രമല്ല, നമ്മുടെ കഷ്ടങ്ങളുടെ തീച്ചുളയ്ക്കകത്തും നമ്മുടെ ശരീരം ബലഹീനമാകുമ്പോഴും ഇനി മുൻപോട്ട് പോകാനുള്ള ശാരീരികമായ യാതൊരു കാര്യങ്ങളും കാണുന്നില്ല, ഇനി എന്റെ ജീവിതത്തിന് മുൻപോട്ടൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പറ്റില്ല, എല്ലാം തീർന്നൊരു സമയത്താണ് ഞാൻ നിൽക്കുന്നത് എന്നൊക്കെ തോന്നുമ്പോഴും കർത്താവ് പറയും, ഈ രാത്രിയുടെ അനുഭവത്തിലും ആരും കാണാത്ത അനുഭവമാണ് രാത്രി. ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയാത്ത സമയമാണ് രാത്രി. ആ രാത്രിയിലും ദൈവത്തിന്റെ അത്ഭുതകരം നമ്മളോട് കൂടെ ഇരിക്കുമെന്ന് വിശ്വസിക്കണം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, 104-ാം സങ്കീർത്തനത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീ
ഇരുട്ട് വരുത്തുന്നു, രാത്രി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ ചില രാത്രികൾ ഉണ്ടാകുന്നതിന്റെ പിൻപിൽ ദൈവത്തിന്റെ കരമാണ്. പിശാചിനെ ശാസിച്ചാൽ രാത്രി മാറിപ്പോകില്ല. പിശാചിനെ ശാസിക്കോ ഉപവസിച്ചോ പ്രാർത്ഥിക്കുകയോ ചെയ്താലും മാറാത്ത ചില രാത്രികളുണ്ട്. കാരണം ആ രാത്രിയിലൂടെ എന്നെയും നിങ്ങളെയും കടത്തിവിട്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് തന്റെ പദ്ധതി വെളിപ്പെടുത്താൻ കഴിയുന്നുള്ളൂ. ഇരുട്ട് വരുത്തുന്നു, രാത്രി ഉണ്ടാകുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെ സഞ്ചാരം തുടങ്ങുന്നു. നമുക്കെതിരെ അലറുന്ന കാട്ടുമൃഗങ്ങൾ പുറത്തു വരുന്നത് ദൈവം അനുവദിച്ച രാത്രികളിലാണ്. കാട്ടുമൃഗങ്ങൾ സഞ്ചാരം തുടങ്ങുകയാ, അവ അലറി തുടങ്ങിയ. നമുക്കറിയാം, വീടുകൾക്കകത്ത് വളർത്തിയ നാട്ടുമൃഗങ്ങൾക്ക് പോലും പലപ്പോഴും സുബോധമില്ലാതെ പെരുമാറുമ്പോൾ, യജമാനനില്ലാതെ, ഡിസിപ്ലിൻ ഇല്ലാതെ, പഠനങ്ങളില്ലാതെ നടക്കുന്ന കാട്ടുമൃഗങ്ങൾക്ക് ആരെയും എപ്പോഴും ആക്രമിക്കാം. അതുപോലെയുള്ള മാനത്തോടിരിക്കുന്ന മനുഷ്യർ വിവേകഹീനരായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യരത്രയെന്ന് വചനം പറയുന്നു. ഏറ്റവും നശിക്കപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന മനുഷ്യർ പലപ്പോഴും നമ്മുടെ ഇരുട്ടിൽ നമുക്ക് നേരെ ആയുധങ്ങളുമായി വന്നെന്ന് വരാം. കേൾക്കുന്ന ദൈവജനമേ, നിങ്ങൾക്കെതിരെ വരുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത നിലയിൽ നിങ്ങൾക്കെതിരെ ആയുധവർഗവുമായി വരുന്ന ചില കാട്ടുമൃഗങ്ങൾ പോലെയുള്ള ജീവിതങ്ങളെ നോക്കി നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. അവയെ അയച്ചത് ദൈവം അയച്ച രാത്രിയിലാണ്. ഇരുട്ട് വരുത്തിയത് സ്വർഗമാണ്. അതുകൊണ്ട് ആ ഇരുട്ടിൽ വരുന്ന കാട്ടുമൃഗങ്ങൾ ദൈവം അനുവദിച്ചിട്ടാണെന്ന് വിശ്വസിക്കണം. ദൈവം അറിയാതെ ഒരു ഇരുട്ട് നമ്മുടെ ജീവിതത്തിലില്ല. എല്ലാ ഇരുട്ടുകളുടെയും പുറകിൽ ദൈവത്തിന്റെ അനുവാദമുണ്ട് എന്ന് പറഞ്ഞാൽ, രക്തം കൊണ്ട് വീണ്ടെടുത്ത ദൈവത്തിലാണ് പുതിയ നിയമത്തിൽ നമ്മൾ സാധാരണക്കാരല്ല. തന്റെ പുത്രന്റെ ചങ്കിലെ രക്തമൂറ്റി തന്ന് വീണ്ടെടുത്ത നമുക്ക് സകലവും നൽകാൻ കർത്താവ് തയ്യാറാണ്. അങ്ങനെയുള്ള ഒരാളെ ഇരുട്ടിലൂടെ പോകാൻ ദൈവം അനുവദിക്കാതെ പറ്റുമോ? ദൈവം അനുവദിക്കാതെ അങ്ങനെ ഇരുട്ടിലൂടെ ഒരു മനുഷ്യന് പോകാൻ പറ്റുമോ? വിശ്വസിക്കണം, ദൈവം അനുവദിച്ച രാത്രിയിലാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ ദൈവം അനുവദിച്ച ഇരുട്ടിൽ കാട്ടുമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു. അവയ്ക്കിഷ്ടമുള്ളതുപോലെ അവ പ്രതികരിക്കുകയാണ് ഈ രാത്രിയിൽ. കഴിഞ്ഞ ചില വർഷങ്ങളായി നമ്മുടെ ആത്മീക ജീവിതത്തിന് നേരെ, കുടുംബ ജീവിതത്തിന് നേരെ ശത്രു കാട്ടുമൃഗത്തെ പോലെ അലറിയ അനുഭവങ്ങൾ കേട്ട പലരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എങ്ങനെയെങ്കിലും ആ അലർച്ച നിർത്താൻ വേണ്ടി നമ്മൾ നമ്മുടെ മാനുഷികമായ നിലയിൽ പല കാര്യങ്ങൾ ചെയ്തു നോക്കി. പക്ഷേ അലർച്ച നിൽക്കുന്നില്ല. കാട്ടുമൃഗങ്ങളുടെ അവരുടെ സഞ്ചാരം നിൽക്കുന്നില്ല. ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലർന്നു ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. ബാലസിംഹങ്ങൾ, ശക്തിയുള്ള സിംഹങ്ങൾ, അവർക്ക് പോലും ആഹാരത്തിന് വേണ്ടി അവർ ഓടി നടക്കുന്നത് ഈ രാത്രിയിൽ നാം അറിയുന്നില്ല. നമുക്കെതിരെ നിൽക്കുന്ന ഇരയെ തേടിപ്പിടിക്കുന്ന പോലെ ബാലസിംഹങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ അടുത്ത വാക്യത്തിൽ സന്തോഷത്തോടെ വായിക്കുമ്പോൾ പറയുന്നു, എന്നാൽ സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങുന്നു, അവരുടെ ഗുഹയിലേക്ക് മടങ്ങിച്ചെല്ലുന്നു. ഞാനൊരു ദൂത് നിങ്ങളോടും എന്നോടും പറയുക. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കുക. എല്ലാ നിലയിലും കാട്ടുമൃഗങ്ങളെ പോലെ മനുഷ്യൻ നമ്മെ വേദനിപ്പിക്കുവാൻ, നമ്മളെ തകർത്ത് കളയുവാൻ നടക്കുന്ന ഒരു രാത്രി നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ, ഈ രാത്രി എത്ര നീളുമെന്ന് എനിക്കറിയില്ല. ഈ രാത്രിയുടെ ലിമിറ്റ് എവിടെ വരെയാണോ എന്ന് നമുക്കറിയില്ല. ഇതിനൊരു മറുപടി എപ്പോൾ വരുമെന്നറിയില്ല. എപ്പോഴായിരിക്കും ഇതിനൊരു അന്തമുണ്ടാകും നമുക്കറിയില്ല. പക്ഷേ സങ്കീർത്തനക്കാരൻ പറയുന്നു, സൂര്യൻ ഉദിക്കും കേട്ടോ, സൂര്യൻ ഉദിക്കും. സൂര്യൻ ഉദിച്ചാൽ പിന്നെ കാട്ടുമൃഗങ്ങൾ അവിടെ നിൽക്കില്ല, അവരുടെ സഞ്ചാരം നിൽക്കും. ഏത് ഗുഹയിൽ നിന്ന് അവർ പുറത്തു വന്നു, അതേ ഗുഹയിലേക്ക് അവർ മടങ്ങിപ്പോവുകയാ. നമുക്കെതിരെ, നമ്മുടെ കുടുംബങ്ങൾക്കെതിരെ, നമ്മുടെ തലമുറയ്ക്കെതിരെ, നമ്മുടെ ശുശ്രൂഷയ്ക്കെതിരെ, നമ്മുടെ സമാധാന ജീവിതത്തിനെതിരെ, നമ്മുടെ സാമ്പത്തിക നന്മയ്ക്കെതിരെ നാം സ്വരുക്കൂട്ടി വെച്ചത് ഊതിപ്പോകുന്നത് പോലെ കാണുന്ന ചില രാത്രികൾക്ക് മുമ്പിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു, സൂര്യൻ ഉദിച്ചാൽ മതി, നിന്നെ കഷ്ടപ്പെടുത്തിയ സകലതും അത് പുറപ്പെട്ടു വന്ന സ്ഥലത്തേക്ക് മടങ്ങിപ്പോകുന്നത് കാണുമെന്ന്. ഹല്ലേലൂയ. ചിലതൊക്കെ ഗുഹയിലേക്ക് മടങ്ങാൻ നേരമായി. നിധിസൂര്യനായ കർത്താവ് നമുക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുക. രാത്രികാലം കഴിയാറായി. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന സങ്കീർത്തനക്കാരൻ പറയുന്നു. ഉഷസ്സിന് വേണ്ടി കാത്തിരിക്കുന്നവർ എവിടെയാ നിൽക്കുന്നത്? രാത്രിയില്ല, ഇരുട്ടിനകത്താ നിൽക്കുന്നേ. അവരുടെ പ്രതീക്ഷ മുഴുവൻ ഉഷസ് വരുന്നുണ്ട്. അടുത്തൊരു പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കും. ആ ഉഷസ് വരുമ്പോൾ എന്റെ പ്രശ്നങ്ങൾ തീരും. അതേ, അവർ നോക്കുക, എത്ര മണിക്കൂറുകൾ
നാളുകൾ കഴിഞ്ഞ് ഒരു ഉഷസ്സുണ്ടെന്ന് അവർക്കറിയാം. ഇന്ന് രാത്രി കഷ്ടം അനുഭവിക്കുന്ന ദൈവദാസിദാസന്മാരെ, നമ്മുടെ മുൻപിൽ ഈ കഷ്ടത തീരാൻ സമയമായി. നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങൾ മാറാൻ സമയമായി. നമുക്ക് വേണ്ടി നീതിയോടെ കർത്താവ് ഇറങ്ങി വരാൻ സമയമായി. ആകാശം കീറി ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടാൻ സമയമായി. നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് നിൽക്കുന്ന പൈശാചിക ആധിപത്യങ്ങളെന്ന് തോന്നുന്ന ചിലതിന്റെ അന്തം വരുത്തുവാൻ സ്വർഗം ഇടപെടുകയാ. നിങ്ങളെ തകർക്കുമെന്നും മുടിക്കുമെന്നും വെല്ലുവിളിച്ച് നിൽക്കുന്ന അന്ധകാര മണ്ഡലങ്ങളോട് ആത്മാവിൽ നിങ്ങൾ പറയണം, നിനക്കെന്നെ തകർക്കാൻ കഴിയില്ല. ഒരു കാലഘട്ടം നിന്റെ കയ്യിൽ എന്നെ ഏൽപ്പിച്ചെന്നൊക്കെ നിനക്ക് തോന്നും. പക്ഷേ അപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടിയ നീതി സൂര്യൻ നേരോടെ വെളിപ്പെടും. അതെ, ദൈവം ചിലരുടെ കഷ്ടതയ്ക്ക് ഒരു അതിരിടുകയാ. ചില തിരമാലകളോട് ദൈവം സ്റ്റോപ്പ് പറയുക. കയറി നിൽക്കരുത്, നിനക്ക് തളർന്നിരിക്കുന്ന അതിര് വിട്ട് നീ നിൽക്കരുതെന്ന് ചിലതിനോട് ദൈവം കൽപ്പിക്കുന്ന രാത്രിയാണ്. നിന്നെ നാളുകളായി ഞെരുക്കുന്ന ചില ശക്തികളുടെ നടുവിൽ നിന്ന് നാളുകളായി ഇസ്രായേലിന്റെ ഇരുമ്പ് ചൂളയ്ക്കകത്ത് കിടന്ന് നട്ടം പിരിയുന്ന ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിക്കുവാൻ മോശ എന്ന മനുഷ്യരെ ദൈവം ഒരുക്കിയെടുക്കുവാൻ ചില വർഷങ്ങൾ എടുത്തതുപോലെ നമ്മളെ ഇവിടുന്ന് വിടുവിക്കുവാൻ നമുക്ക് വേണ്ടി കാൽവറി രക്തം ചിന്തിയവൻ നമുക്ക് വേണ്ടി വെളിപ്പെടാൻ സമയമായി. ഒരു മോശ വന്നതുപോലെ യേശു നമുക്ക് വേണ്ടി ഇറങ്ങി വരാൻ സമയമായി. അതുകൊണ്ട് ഈ രാത്രി ധൈര്യത്തോടെ പ്രാർത്ഥനാ മുറിയിലിരുന്നോ. ഈ ഇരുട്ട് മാറും കേട്ടോ. ഈ ഇരുട്ടിന് അധികം കാലാവധിയില്ല. ഒരു ഉഷസ്സുണ്ട്, ആ ഉഷസ് ഉദിക്കാതിരിക്കില്ല. ഇന്ന് വരെ ലോക ചരിത്രത്തിൽ ഇരുട്ടിന് ശേഷം ഒരു പ്രഭാതം വരാതിരുന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന് ഒരു മറുപടി വരാതിരിക്കില്ല. നമ്മുടെ പ്രശ്നം മാറാതിരിക്കില്ല. ഇതൊരിക്കലും മാറില്ലെന്നൊക്കെ പിശാചി പറഞ്ഞ് വിശ്വസിക്കരുത്. യോബിന്റെ ജീവിതത്തിൽ ചില രാത്രികൾ വന്നു, ഉറങ്ങാൻ കഴിയാത്ത രാത്രികൾ, തന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടമായ രാത്രികൾ, മക്കളുടെ എല്ലാം ശവപ്പെട്ടി വീട്ടിൽ വന്ന രാത്രികൾ, കുടുംബങ്ങളെല്ലാം തകർന്ന രാത്രികൾ, തന്റെ മൃഗസ്തംഭത്തെല്ലാം നഷ്ടപ്പെട്ട രാത്രി. മറ്റൊരു രാത്രി തന്റെ ഭാര്യ പോലും തനിക്കെതിരെ കുറ്റം പറയുന്നു. താൻ സ്നേഹിച്ച തന്റെ സ്നേഹിതന്മാര് വന്നിരുന്ന് കുറ്റം പറയുന്നു. ഇതിന്റെ എല്ലാം ഇടയ്ക്ക് എന്റെ ജീവിതത്തിൽ ഇനി രാത്രികൾ മാത്രമാണ് താൻ ചിന്തിച്ചു. പക്ഷേ ദൈവം അവനോട് പറഞ്ഞില്ല, നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ പോകുക, നിന്റെ മുഖത്തെ ഞാൻ ആദരിക്കാൻ പോകുക. നീ എത്ര കഷ്ടതയിലൂടെ കടന്നുപോയോ, എത്ര രാത്രികൾ നീ വേദനയോടെ പോയോ, നിന്റെ കഷ്ടം കൊണ്ട് നിന്റെ ശരീരത്തിലുള്ള വ്രണങ്ങൾ ചുരുണ്ടി നീ വേദനിക്കുമ്പോൾ നിന്റെ കുടുംബത്തിലുള്ളവർക്ക് പോലും നിന്നെ മനസ്സിലായില്ലെന്ന് വരാം. നിന്റെ സ്നേഹിതന്മാര് പോലും വ്യസനിപ്പിക്കുന്നവരായി മാറിയെന്ന് വരാം. പക്ഷേ നിന്റെ മുഖത്തെ ആദരിക്കാൻ ഞാനൊരു സമയം വെച്ചിട്ടുണ്ട്. രാത്രികൾ കഴിഞ്ഞൊരു പ്രഭാതം വരുമ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ നിന്ദിച്ചവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്ന ഒരു പകലുണ്ട്. അതേ പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത് ഞാൻ നിങ്ങളോട് പറയുക. യോബിനോട് ദൈവം പറയുന്നു, നീ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവനോട് ദൈവം പറയുന്നു, നിങ്ങൾ പോയി യോബിനോട് പ്രാർത്ഥന ചോദിക്ക്. യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങളുടെ സ്ഥിതി മാറ്റാം. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഇരുട്ടിലൂടെ കടന്നുപോയപ്പോഴും ദൈവമായിട്ടുള്ള സഹിത്വം വിടാതെ, ദൈവത്തിനെതിരൊരു വാക്ക് പോലും പറയാതെ, വെറുക്കാതെ, മത്സരിക്കാതെ, ദൈവത്തിന്റെ സാന്നിധ്യം മാത്രം നോക്കി നിന്ന ആ ഭക്തനായ മനുഷ്യന്റെ മുഖത്തെ ആദരിക്കാതിരിപ്പാൻ ദൈവത്തിന് കഴിയില്ലെന്ന്. അതെ, ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുക, കഷ്ടം സഹിച്ചിട്ടും അപമാനം സഹിച്ചിട്ടും അപവാദം കേട്ടിട്ടും ഒറ്റപ്പെടൽ നടത്തിയിട്ടും എല്ലാം പ്രതികൂലമായ കാറ്റുകൾ അടിച്ചിട്ടും ഒരിക്കലും വിട്ടുമാറാതെ ദൈവ സാന്നിധ്യത്തിൽ തൂങ്ങിക്കിടക്കുന്ന ആരൊക്കെയോ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് പറയും, നിങ്ങളെ കൈവിട്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ തീർന്നു പോകാൻ നിങ്ങളെ കൈവിട്ടിട്ടില്ല. നിങ്ങൾ തീർന്നു പോകട്ടെ എന്ന് ദൈവം ചിന്തിച്ചിട്ടില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ, നീ കടന്നു പോകുന്ന അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നിന്നെ സഹായിക്കുന്ന ഒരു രാത്രിയാ. ഈ രാത്രി ചില ദർശനങ്ങളുടെ രാത്രിയായി മാറട്ടെ, ചില വെളിപ്പാടുകളുടെ രാത്രിയായി മാറട്ടെ. ചില കാട്ടുമൃഗങ്ങളുടെ സഞ്ചാരങ്ങൾ നടക്കുന്നെങ്കിലും അതിനെ അതിജീവിക്കുന്ന ഒരു ദൈവകൃപ നമ്മിലേക്ക് പകരുന്ന രാത്രിയായി മാറട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വരാതിരിക്കില്ല. വിശ്വസിക്കുക, ദൈവം അനുവദിച്ച രാത്രിക്ക് ഒരവസാനമുണ്ട്. വീണ്ടും ചില രാത്രികൾ നാം വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം അപ്പോസ്തലന്മാർ മുടന്തനായ മനുഷ്യന് സൗഖ്യം നൽകി. അവൻ ആലയത്തിനകത്ത് കയറി ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അതിനുശേഷം അതിനെക്കുറിച്ചുള്ള തർക്കങ്ങളും വാദങ്ങളും 4-ാം അധ്യായത്തിൽ നടക്കിയ. എന്നാൽ 5-ാം അധ്യായത്തിൽ നോക്കിക്കേ, അനന്യാസിനെയും സഫീറയെയും പരിശുദ്ധാത്മാവിനോട് മത്സരിച്ച് നിന്നതുകൊണ്ട് അവർക്കുള്ള ശിക്ഷ നാം കണ്ടു. അതിനുശേഷം വരുമ്പോൾ
പത്രോസിന്റെ നിഴലെങ്കിലും വീഴാൻ വിരിപ്പിന്റെ മേൽ ജനത്തെ കിടത്തിയ അനുഭവങ്ങൾ 5-ാം അധ്യായത്തിൽ കാണുന്നു. ആ നിഴല് പോലും വീണു. എന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിപ്പിച്ചൊരു കാര്യം ഞാൻ പറയാം. പത്രോസിന്റെ നിഴല് വീണാൽ സൗഖ്യമാകുമെന്ന് ഇവരോട് ആരാ പറഞ്ഞ്? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് ചില ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അവർ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. ആദ്യത്തെ സംഭവം അത്ഭുതമാണ് നടന്നത്. രണ്ടാമത്തേത് അനന്യാസിന്റെ മരണമാണ് നടന്നത്. ഇതിനിടയിൽ ഇവന്റെ നിഴൽ വീണാൽ സൗഖ്യമാകുമെന്ന് ആര് പറഞ്ഞു? ഇതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. നിങ്ങൾക്കറിയാമോ, പത്രോസിന്റെ നിഴൽ വീണാൽ സൗഖ്യമാകുമെന്ന് ദൈവാത്മാവാണ് മനുഷ്യരോട് പറയുന്നത്. നമ്മൾ ആരാണെന്ന് തെളിയിക്കേണ്ടത് നമ്മളല്ല. നമ്മുടെ കഴുത്തിൽ നമ്മൾ ബോർഡ് കെട്ടി തൂക്കിക്കൊണ്ടല്ല നടക്കുന്നത്. പക്ഷേ നമ്മിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തെ അറിയാവുന്നവൻ, നമ്മളെ അതിനുവേണ്ടി അയച്ചവൻ മറ്റുള്ളവരോട് പറയും, ഇവന്റെ നിഴലിൽ പോലും സൗഖ്യം വ്യാപരിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ചുള്ളൊരു ഇൻഫർമേഷൻ ദൈവം കൊടുക്കുന്ന ദിനങ്ങളാണിത്. നാം പറയണ്ട, നാം നമ്മുടെ ശക്തിയെക്കുറിച്ച് അഭിഷേകത്തെക്കുറിച്ച് ഒന്നും പറയണ്ട, ഒന്നും പറയാൻ നമുക്കില്ല. പത്രോസ് വെറും മീൻ പിടിത്തക്കാരനായ മനുഷ്യനാ. അത് വലിയ കഴിവൊന്നുമുള്ള, വലിയ വിദ്യാഭ്യാസമൊന്നുമുള്ള ആളല്ല. പക്ഷെ ആത്മാർത്ഥതയോടെ കർത്താവിനെ സ്നേഹിച്ച ആ മനുഷ്യന്റെ മേൽ ദൈവശക്തി ഇറങ്ങിയപ്പോൾ, ദൈവ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ അവന്റെ നിഴലിൽ പോലും ശക്തി വ്യാപരിച്ചെന്ന് ദൈവം മറ്റുള്ളവരെ അറിയിച്ചു. അതുകൊണ്ട് നിഴലിന് അല്പസമയത്തേക്ക് മാത്രമുള്ളതാ. ഇപ്പോൾ നടത്തല്ല, പിന്നെ ഇല്ല. നടന്നു പോകുമ്പോൾ നേരിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ രോഗിയെ കൊണ്ട് നടന്നവർ എത്ര സ്ട്രെയിൻ ചെയ്തെന്ന് ആലോചിച്ച് നോക്കി. ഈ മനുഷ്യൻ നിഴൽ തട്ടാൻ വേണ്ടി നിഴലുള്ള ഭാഗത്തൂടെ ഓടുകയും നടക്കുകയൊക്കെ ചെയ്യുക. അതെ, നമ്മുടെ മേലൊരു ശക്തി വ്യാപരിച്ചാൽ ചില രാത്രികളിലെ ഇരുട്ടിന്റെ അകത്ത് അനുഭവിച്ച വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി മറ്റുള്ളവർ തിരിച്ചറിഞ്ഞാൽ ആ ശക്തിയെ പ്രാപിക്കാൻ ചിലർ നമ്മുടെ പിന്നാലെ വരും. അങ്ങനെ അത്ഭുതങ്ങളൊക്കെ നടന്ന ഈ മനുഷ്യരെ പിടിച്ച് കാരാഗ്രഹത്തിനകത്തേക്കാക്കി. കാരാഗ്രഹത്തിനകത്താക്കിയപ്പോൾ ആ രാത്രി, തടവിലാക്കിയ ആ രാത്രിയിൽ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നു. ആദ്യം കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കുന്ന അധ്യായത്തിലാണ് പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വന്ന് പ്രവൃത്തികൾ ആരംഭിച്ചപ്പോൾ അവരെ തകർക്കുവാൻ, അവരുടെ പ്രവൃത്തിയെ നിർത്തിക്കളയുവാൻ അവരെ കാരാഗ്രഹത്തിനകത്തേക്ക് പൊതു തടവിലാക്കി. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന് അത് കണ്ടിരിക്കാൻ കഴിയില്ല. തന്റെ ദാസന്മാരുടെ മേൽ പകരപ്പെട്ട ദൈവശക്തിയെ സ്വർഗത്തിൽ നയിച്ചതായതുകൊണ്ട് അകത്താത്മശക്തി വ്യാപരിക്കുന്നവൻ അധികം നേരം കാരാഗ്രഹത്തിൽ കിടക്കാൻ ദൈവം അനുവദിക്കില്ല. അവനെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ദൂതന്മാരോട് കൽപ്പിച്ചു. ദൂതന്മാരിറങ്ങി ആ രാത്രിയിൽ അവരെ അവിടുന്ന് വിടുവിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന നിങ്ങളും ഞാനും അധികകാലം കാരാഗ്രഹത്തിന്റെ ഇരുട്ടിൽ കിടക്കാൻ ദൈവം അനുവദിക്കയില്ല. ഒരു കാലഘട്ടം ചിലപ്പോൾ പ്രയാസങ്ങളിലൂടെ പോയെന്ന് വന്നേക്കാം. അത് ഓർത്ത് ഭാരപ്പെടേണ്ട. ദൈവം അനുവദിച്ച ചില മണിക്കൂറുകൾ അവരെ കിടന്നുവെന്നാൽ അവരെ വിടുവിക്കുവാൻ അന്ന് വരെ നടക്കാത്തതുപോലെ ദൂതൻ കാരാഗ്രഹത്തിനകത്തിറങ്ങി. പ്രിയമുള്ളവരെ, കാരാഗ്രഹത്തിനകത്തിറങ്ങിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ദൈവാലയത്തിൽ ചെന്ന് ഉപദേശിക്കണം, ജീവന്റെ വചനമെല്ലാം നിങ്ങൾ ഉപദേശിക്കണം. എന്നാൽ ഇതിനു മുൻപ് അവർ ഈ മുടന്തനായ മനുഷ്യന്റെ കൂടെ ആരാധനാലയത്തിൽ പോയതാ. ഇവർ പലപ്പോഴും ആലയത്തിൽ പോയി ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ടൊക്കെ ഇരുന്നവരാ. ഈ പറഞ്ഞതിന്റെ അർത്ഥമെന്ന, ഇതുവരെ ഇവർക്ക് ഉപദേശിക്കാനുള്ളൊരു നിയോഗം കിട്ടിയിട്ടില്ല. ഇവർ മുടന്തനെ സൗഖ്യമാക്കിയവന്റെ കൂടെ പോയിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ജീവന്റെ വചനം ഉപദേശിക്കാനുള്ള ഒരു അധികാരത്തോടെ അവരെ ദൈവാലയത്തിലേക്ക് പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെയുള്ള ശുശ്രൂഷയേക്കാൾ വ്യത്യസ്തമായ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരെ ഒരുക്കുവാൻ, വചനത്തിന്റെ ആധികാരികത വെളിപ്പെടുത്തുവാൻ, ദൈവവചനത്തിന്റെ സത്യ ഉപദേശം വെളിപ്പെടുത്തുവാൻ അവരെ ആലയത്തിലേക്ക് ദൂതൻ പറഞ്ഞയക്കുകയാ. ഇന്നലെ വരെ ചെയ്തതിനേക്കാൾ വ്യത്യസ്തമായ ചിലത് നമ്മിലൂടെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മെ അതിലേക്ക് കിടത്തിവിടാതെ വണ്ണം തടയുവാൻ ചില പൈശാചിക ശക്തികൾ എഴുന്നേറ്റാലും, ഒരു രാത്രി നിന്നെ തളച്ചിട്ടെന്ന് തോന്നിയാലും, അടുത്ത പ്രഭാതത്തിൽ നീ ആലയത്തിൽ നിന്ന് വചനം പ്രസംഗിച്ച ശിഷ്യന്മാരെ പോലെ ദൗത്യത്തിന്റെ നിർവഹണത്തിന് വേണ്ടി സ്വർഗം നമ്മെ ഒരുക്കിയെടുക്കും. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. ചില ജീവിതത്തിന്റെ ഇരുട്ടടഞ്ഞ രാത്രികളിൽ ആ കാരാഗ്രഹത്തിനകത്ത് കിടന്നുപോയി എന്നോർത്തൊന്നും ഭാരപ്പെടണ്ട. ആ കാരാഗ്രഹത്തിനപ്പുറത്ത് സ്വർഗം ചില കാര്യങ്ങൾ ചെയ്യാൻ പോകും. വിശ്വസിക്ക്,
സ്വർഗം നമുക്ക് വേണ്ടി എഴുന്നേറ്റാൽ നമ്മുടെ കാരാഗ്രഹങ്ങൾ തുറക്കപ്പെടും. നാളുകളായി കിടന്നു, ആരും സഹായിക്കാനില്ലെന്ന് തോന്നിയാലും ആ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കാൻ ദൈവം എഴുന്നേറ്റ് കഴിഞ്ഞു. വിശ്വസിക്കുക, ദൈവത്തിന്റെ വഴി ാൽ പിന്നെ നാം അടയ്ക്കപ്പെട്ടവരായി കിടക്കില്ല. ഏതെങ്കിലും മേഖലകൾ നമ്മെ അടച്ചു വെച്ചിരിക്കും തോന്നിയാൽ മനുഷ്യരോട് രുത്, മനുഷ്യരോട് പിറുപിറുക്കരുത്, അവർ കാരണമാണെന്ന് പറഞ്ഞ് വിഷയം ഉണ്ടാക്കരുത്. മൗനമായിരിക്കെ. അതിനകത്ത് അകപ്പെടുത്താൻ അനുവദിച്ചൊരു ദൈവമുണ്ട്. ആ രാത്രിയിൽ അവർ ആ പൊതു തടവിൽ അല്പസമയം കിടക്കണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ അടുത്ത പ്രഭാതത്തോടെ ദൈവാലയത്തിൽ വചനവുമായി ചെല്ലുകയാ. കഴിഞ്ഞ കാലങ്ങളിൽ പ്രസംഗിച്ചവരായിരിക്കും, പാടിയവരായിരിക്കും, പ്രാർത്ഥിച്ചവരായിരിക്കും. പക്ഷെ അടുത്തൊരു ശുശ്രൂഷയ്ക്ക് മുൻപേ ദൈവം ചിലപ്പോൾ ഇരുട്ടിന്റെ അനുഭവങ്ങളിലൂടെ വിട്ടെന്ന് വരാം. ആ രാത്രിയിൽ കർത്താവിന്റെ ദൂതൻ ഇറങ്ങും കേട്ടോ. ഏറ്റവും പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവിന്റെ ദൂതൻ ഇറങ്ങുന്ന രാത്രിയായി മാറി. ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകട്ടെ. തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരെ ധൈര്യപ്പെടുത്താനാണ് ആ കർത്താവിന്റെ ദൂതൻ അവിടെ ഇറങ്ങിയത്. പിന്നെ അപ്പോസ്തലപ്രവൃത്തി 23:11 മുതലുള്ള വാക്യത്തിൽ പറയുന്നു, രാത്രിയിൽ കർത്താവ് അവരുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് പറയുന്നത്, ഈ യെരൂശലേമിൽ പ്രസംഗിച്ചതുപോലെ റോമിലും എന്നെ സാക്ഷീകരിക്കേണ്ടതാകുന്നു. അതും ഒരു രാത്രിയിലാണ്. അടുത്തൊരു വലിയ ആത്മനിയോഗത്തിന്റെ തലത്തിലേക്ക് എന്ന് പറഞ്ഞാൽ യെരൂശലേമിൽ വചനം പ്രസ്താവിച്ചു. നല്ലേറെ നാളുകളായി തന്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന ഒരു ആഗ്രഹമാണ് റോമിലുള്ള വിശുദ്ധന്മാരെ കാണണമെന്ന്. എന്നാൽ അതൊരിക്കലും സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. റോമാലേഖനം 1-ാം അധ്യായത്തിലുണ്ട്, റോമയിലുള്ള നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ എന്നെ തന്നെ ഒരുക്കിയിരിക്കുന്നു, ഞാൻ കാത്തിരിക്കുന്നു ഒക്കെ പറഞ്ഞതാ. അങ്ങനെ ഒരു നിയോഗത്തിന് വേണ്ടി താൻ ആഗ്രഹിച്ചു. പക്ഷേ ദൈവം അതൊരു വെളിപ്പാടാക്കി, ഒരു അരുളപ്പാടാക്കി മാറ്റി. അപ്പൊ കർത്താവ് നേരിട്ട് പറയുക, നീ റോമിലും എന്നെ സാക്ഷീകരിക്കേണ്ടതാകുന്നു. ഏറെ നാളുകൾ നമ്മൾ പ്രാർത്ഥിച്ച ചിലതിന്റെ മറുപടികൾ ദൈവം നമുക്ക് ആലോചനയായി തന്നാൽ നമുക്ക് എത്ര സന്തോഷമായിരിക്കും അല്ലേ? മനുഷ്യരോട് ആരോടും പറയാതെ ചിലപ്പോൾ ഹൃദയത്തിനകത്ത് സൂക്ഷിക്കുന്ന ചില ആഗ്രഹങ്ങളില്ലേ, ഈ ആയുസ്സിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, അത് സുവിശേഷത്തോടുള്ള ബന്ധത്തിലാണെങ്കിലും അല്ലാതെയും ഉണ്ടാകാം. എന്നാൽ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ വളരെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന, ചില കാണാൻ ആഗ്രഹിക്കുന്ന ചില മറുപടികൾക്ക് വേണ്ടി ഇങ്ങനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു എന്ന് വിശ്വസിക്കുക. നീ വിഷമിക്കേണ്ട, നീ ആഗ്രഹിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കണമെന്ന് പൗലോസിനോട് പറഞ്ഞ പോലെ നിന്റെ ജീവിതത്തിൽ നീ അതും കൂടെ കാണുമെന്ന് പറയുന്ന ഒരു രാത്രി. അതെ, ഈ രാത്രി അങ്ങനെ ചിലരോട് പറയുന്ന രാത്രിയായി മാറട്ടെ. നാളുകളായി ആഗ്രഹിച്ച ചില വിഷയങ്ങളുടെ മറുപടികൾ തരുന്ന ഒരു രാത്രിയായി മാറാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. മനുഷ്യർക്കാർക്കും തരാൻ കഴിയാത്തൊരു മറുപടി, ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്തു തരാൻ കഴിയാത്തൊരു മറുപടി. അതെ, ഇന്ന് രാത്രി ഒത്തിരി തകർന്നവരുണ്ടാകാം, ഇനി അടുത്ത സ്റ്റെപ്പ് അറിയാതെ വിഷമിക്കുന്നവരുണ്ടാകാം, ഈ രോഗത്തിന്റെ കാഠിന്യം കൊണ്ട് സഹിക്കാൻ കഴിയാത്ത വേദനയിലൂടെ പോകുന്നവരുണ്ടാകാം, പ്രായാധിക്യത്തിൽ മക്കളൊന്നും വേണ്ട പോലെ അന്വേഷിക്കാതെ എല്ലാവരും മാറ്റപ്പെട്ടതുപോലെ ഒറ്റപ്പെട്ട അനുഭവത്തിലൂടെ പോകുന്നവരുണ്ടാകാം. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, നിന്റെ ഹൃദയത്തിന്റെ ഒരു ചെറിയ ആഗ്രഹം ഉണ്ടല്ലോ, അതുപോലെ നിവർത്തിക്കുവാൻ ഞാൻ മതിയായ ദൈവമാ. അതേ, ഏറ്റവും അടുത്ത സ്നേഹിതർക്ക് പോലും തിരിച്ചറിയാൻ കഴിയാതെ സ്വന്തം മക്കൾക്കോ ഭാര്യയ്ക്കോ ഭർത്താവിനോ മാതാപിതാക്കൾക്കോ മനസ്സിലാകാതിരിക്കുമ്പോഴും കർത്താവ് നമ്മുടെ ഹൃദയത്തിന്റെ ചെറിയ ആഗ്രഹങ്ങളെ കണ്ടിട്ട് പറയും, നിന്നെ ആ വഴിയിലൂടെ ഞാൻ നടത്താം. അതേ, റോമിൽ നിന്നെ സാക്ഷീകരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ നിവർത്തിക്കുന്ന ഒരു രാത്രിയായി മാറട്ടെ. ആരോടും പറഞ്ഞിട്ടില്ല, ആരോടും ഷെയർ ചെയ്തിട്ടില്ല, ആർക്കും അതിന്റെ അർത്ഥങ്ങളൊന്നും അറിയില്ല, എല്ലാം ശരിയാ. പക്ഷേ നമ്മൾ വിശ്വാസത്തോടെ കാത്തിരിക്കെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചില രാത്രികൾ ഒരുക്കുന്നത് അടുത്ത ദൗത്യത്തിന് വേണ്ടിയാണ്. 27-ാം അധ്യായത്തിലേക്കും കൂടെ ഞാൻ വരട്ടെ. 27-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ. ആ 27-ാം അധ്യായം നമുക്കറിയാം മുഴുവനും തന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമായിരുന്നു റോമിലേക്ക് പോകുന്നത്. ആ പോകുന്ന യാത്രയിൽ അദ്ദേഹത്തെ ആ ബർബരന്മാരുടെ ദ്വീപിലേക്കും കൂടെ കർത്താവ് കടത്തി വിടുകയാ. ഞാൻ ചോദിക്കട്ടെ, ഈ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട് ബർബരന്മാരോട് ഞാൻ കടക്കാരനാണെന്ന്, പക്ഷെ അവിടെ പോകുമെന്നൊന്നും ഒരു ഉറപ്പൊന്നുമില്ല, അവിടെ എത്താൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. ഇപ്പൊ റോമിലേക്ക് പോകുന്നത് തന്നെ ഒരു സാധാരണക്കാരെ യാത്ര ചെയ്യുന്ന പോലെ അല്ലല്ലോ, ഒരു കുറ്റവാളി പോകുന്ന പോലെ അല്ലേ. അതുകൊണ്ട് ഇനി ഒരു പ്രതീക്ഷയില്ല. കുറ്റവാളിയുടെ കയ്യിൽ ചങ്ങലയിട്ട് തടവ് പുള്ളികളെ കൊണ്ടുപോകുന്ന പടയാളികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇനി ഇതിനകത്തൊരു ശുശ്രൂഷ വെളിപ്പെടാനുള്ള അവസരമൊക്കെ ഉണ്ടോ? അതൊന്നും അറിയില്ല. തന്നെ ഇങ്ങനെ കൈസരെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് കൈസറിന്റെ അടുക്കിലേക്ക് പോകുന്ന യാത്രയിൽ എല്ലാം റെസ്ട്രിക്ഷൻസ് ആണ്, എല്ലാം ഇങ്ങനെ നിബന്ധനകൾ വെച്ചാണ് തന്നെ കൊണ്ടുപോകുന്നത്. പക്ഷേ
അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിന് പ്രാപിച്ച മനുഷ്യനാണ്, വെളിപ്പാടുകൾ ഉള്ളൊരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ ശുശ്രൂഷയുടെ അവസാന നാളുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവനെ വിളിച്ച ദൈവത്തിന് അവനെ കുറിച്ച് ഉത്തരവാദിത്വമുണ്ട്. അവനോട് രാത്രിയിൽ കപ്പൽ തകരാൻ പോകുക, പ്രശ്നങ്ങൾ വരാൻ പോകുക, മുഴുവൻ തകർന്ന് അനുഭവങ്ങളൊക്കെ വരാൻ പോകുക, കൊണ്ടുവന്ന എല്ലാ ലഗേജുകളും തള്ളി താഴെയിട്ടു. എല്ലാം കഴിഞ്ഞ് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കാണുന്നില്ല. 14 ദിവസമായി എല്ലാ മനുഷ്യ ഇരുട്ടിന്റെ അകത്തിരിക്കുക. പക്ഷേ ദൈവത്തിന്റെ ശബ്ദമാ പൗലോസിന്റെ ചെവിയിലെത്തി. അവന്റെ ചെവിയിലേക്ക് പരിശുദ്ധാത്മാവ് പറയുക, മോനെ പൗലോസേ, നീ ഭയപ്പെടരുത്. ഇതിനകത്തുള്ള 275 പേരും ഭയപ്പെട്ടാ നിൽക്കുന്നേ. അതൊന്നും നീ കാര്യമാക്കണ്ട, നീ ഭയപ്പെടരുത്. കാരണം നീ എന്റെ ആളാ. ഇതിനകത്തുള്ള മറ്റുള്ളവരിൽ ഒരാളെ പോലെ അല്ല നീ ഇവിടെ നിൽക്കുന്നത്. ഞാൻ നിന്നെ വ്യത്യസ്തമായി, നീ ഒരു വാക്തത്വമുള്ളവനാണ്. മറ്റുള്ളവർ പോകുന്ന അവരുടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയാ. അവർ പലതും കണ്ടിട്ട് പോവുക. നീ അങ്ങനെ യാത്ര ചെയ്യുന്നവനല്ല. നീ യാത്ര ചെയ്തത് ഒരു വാക്തത്വത്തോടുള്ള ബന്ധത്തിലാ. നിന്നോട് ദൈവം പറഞ്ഞത് കൊണ്ടാണ് നീ പോകുന്നത്. ഈ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോഴും നീ സംശയിക്കേണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. നീ ഭയപ്പെടേണ്ട. ഈ രാത്രിയിൽ ഇതെല്ലാം അവസാനിക്കുകയില്ല. കപ്പൽ തകർന്നെന്ന് വരാം, എല്ലാ മനുഷ്യരും അക്കരെ നീന്തി രക്ഷപ്പെടുമെന്നാൽ നിന്നോടുള്ള ദൈവന്റെ വാക്തത്വം ഞാൻ മാറ്റിക്കളയില്ല. ആ രാത്രിയിൽ എല്ലാവരും ഭയപ്പെട്ടിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ശബ്ദം ചെവിയിലെത്തുന്നത്. പ്രിയമുള്ളവരെ, എല്ലാവരും തകർന്നു, കൂടെയുള്ളവരെല്ലാം തകർന്നു. 275 പേരും മരണത്തെ മുഖാമുഖം കാണുമ്പോൾ പൗലോസ് സേവിക്കുന്ന ദൈവം ആരാണെന്ന് ആ കപ്പലിനകത്ത് വെളിപ്പെടുത്തുക. എന്തിനാണെന്നറിയാമോ? 27-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്, എന്നോട് അരുളിച്ചതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. അതാണ് പൗലോസിന്റെ ഉറപ്പ്. ചില രാത്രികൾ നമ്മുടെ ഉറപ്പിന്റെ രാത്രികളാകണം. ദൈവം നമ്മോട് പറഞ്ഞ വാക്തത്വങ്ങളെ ഉറപ്പിക്കുന്ന രാത്രികളാകണം. കാര്യം പറഞ്ഞ പ്രതികൂലമാ, പ്രതിസന്ധിയാ, കപ്പൽ തകരാൻ പോകും. ഇതെല്ലാം ശരിയായപ്പോഴിക്കുമ്പോഴും ഈ മനുഷ്യൻ പറയും, എന്നോട് ദൈവം പറഞ്ഞത് സംഭവിക്കുമെന്ന്. അത് പറയാൻ പറ്റുമോ? ഈ രാത്രി അങ്ങനെ പറയാൻ പറ്റുമോ? ബലത്തോടെ വീടിനകത്ത് നടക്കുന്ന പ്രതിസന്ധിക്കകത്ത് നിങ്ങൾ വാ തുറന്ന് പറയണം, എന്നോട് അരുളിച്ചതുപോലെ തന്നെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ കുടുംബത്തിലുള്ളവർ ഒരു പക്ഷേ ദൈവത്തെ അറിയുന്നവരല്ലായിരിക്കാം. അവർ ദൈവത്തിന്റെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യുന്നവരായിരിക്കാം. നമ്മുടെ പ്രാർത്ഥനയെക്കുറിച്ച് കുറ്റം പറയുന്നവരായിരിക്കാം. 24 മണിക്കൂറും പ്രാർത്ഥനയാന്ന് പറഞ്ഞ് നമ്മളെ തളർത്തിക്കളയുന്നവരായിരിക്കാം. പക്ഷേ അവരുടെ നടുവിൽ നീ വാ തുറന്നു പറയണം, ഞാൻ സേവിക്കുന്ന ദൈവം പറഞ്ഞ വാക്കുകളെ ഞാൻ വിശ്വസിക്കുന്നു. ആ വാക്കുകൾ കേൾക്കാൻ ദൈവം വെയിറ്റ് ചെയ്യുക. നമ്മളങ്ങനെ പറയാൻ ദൈവം വെയിറ്റ് ചെയ്യുക. അടുത്ത വാക്യത്തിൽ പറയുന്നു, എന്നോട് അരുളിച്ചതുപോലെ തന്നെ സംഭവിക്കുന്നതിന് വിശ്വസിക്കുന്നു. എന്നാൽ നാം ഒരു ദ്വീപിന്റെ മേൽ മുട്ടി വീഴേണ്ടതാകും. ഇതെന്നാന്നറിയാമോ? ദ്വീപിന്റെ മേൽ മുട്ടി വീഴണമെന്നൊക്കെ പറഞ്ഞെങ്കിലും പൗലോസിനോട് ദൈവം പൗലോസ് പറഞ്ഞതാ. പക്ഷെ അതിന്റെ അർത്ഥം ഞാൻ ആഗ്രഹിച്ച ഒരു പ്രാർത്ഥനയുടെ മറുപടിയും കൂടെ തരാൻ പോവാ. നിങ്ങളാരും പ്രാർത്ഥിച്ചിട്ടില്ല, നിങ്ങളാരും ദൈവത്തോടുള്ള ബന്ധത്തിലാണോന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ നാളുകൾക്ക് മുൻപ് ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചു ബർബരന്മാരോട് സുവിശേഷം അറിയിക്കണമെന്ന്. പക്ഷെ ഇനി നടക്കുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. ഞാൻ ഒരു കുറ്റവാളിയാണ്, ചങ്ങല ധരിച്ച മനുഷ്യനാണ്. പക്ഷേ എൻ്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തിൽ നിന്ന് ബർബരന്മാർക്ക് ഞാൻ കടക്കാരനാണെന്ന് പറഞ്ഞത് കുറിച്ചു വെച്ചൊരു സ്വർഗം ഈ രാത്രിയിൽ എൻ്റെ കൂടെ ഇറങ്ങി നിൽക്കുക. ഓ ശാബാ, എന്റെ ജീവിതം അവസാനിക്കുമെന്ന് പറയുന്നവരുടെ നടുവിൽ നീ ആഗ്രഹിച്ച ചില പ്രാർത്ഥനയുടെ മറുപടികൾ കാണാതെ ഈ ലോകം വിടത്തില്ലെന്ന്. ഹല്ലേലൂയ. നീ ചില മറുപടികളും കൂടെ നീ കാണും. നീ ചില വാർത്തകളും കൂടെ, ചില അനുഗ്രഹങ്ങളുടെ വഴികളും കൂടെ തുറക്കപ്പെടുന്നത് കാണും. നിന്റെ തലമുറയുടെ അടഞ്ഞു കിടക്കുന്ന വഴികൾ നിനക്ക് വെളിപ്പെടുത്തുന്ന രാത്രിയായിട്ട് ഇത് മാറുകയാണ്. എല്ലാവരും പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായിട്ടിരിക്കുമ്പോൾ അബ്രഹാം അങ്ങനെ ഇരുന്നതല്ലേ? ഒരു രാത്രി അബ്രഹാമും താടിക്ക് കൈയും കൊടുത്ത് പെരക്കാത്തിരിക്കുക, ഇനി ഒന്നും നടക്കത്തില്ല. അന്നേരമാണ് അബ്രഹാമിന്റെ കൈക്ക് പിടിച്ച് ദൈവം പുറത്തേക്ക് ഇറക്കിയിട്ട് പറയുന്നത്, ആകാശത്തിലേക്ക് നോക്ക്, നക്ഷത്രങ്ങളെ എണ്ണി നോക്ക്, നിനക്ക് പറ്റുമെങ്കിൽ എണ്ണടാന്ന് പറഞ്ഞു. ഇന്ന് വരെ ഒരു ശാസ്ത്രജ്ഞന് എണ്ണി തീർക്കാൻ കഴിയാത്തതുപോലെ വാരി വിതറിയ നക്ഷത്രങ്ങളെ കാണിച്ചുകൊണ്ട് അബ്രഹാമിന്റെ പ്രത്യാശയെ വർദ്ധിപ്പിച്ച ദൈവത്തിന്റെ സാന്നിധ്യം ഈ രാത്രി ഞാൻ അനുഭവിച്ചുകൊണ്ട് പറയുക, മനുഷ്യർ നിന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മറുപടിയുമായി സ്വർഗ്ഗം വെളിപ്പെടുന്ന രാത്രിയായത്. നമ്മുടെ ചില പ്രാർത്ഥനയുടെ മറുപടിയും കൂടെ കാണാം. ദ്വീപിന്റെ മേൽ മുട്ടി വീഴുക, ദ്വീപിന്റെ മേൽ കപ്പൽ മുട്ടി വീഴും. പക്ഷേ പൗലോസേ, നിന്റെ ആഗ്രഹം ഞാൻ സാധിപ്പിക്കും. ഒരു മെരീത്ത ദ്വീപിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ എനിക്ക് നിന്റെ ആവശ്യമുണ്ട്. ആ ദ്വീപിനെ സുവിശേഷീകരിക്കാൻ എനിക്ക് നിന്റെ ആവശ്യമുണ്ട്. സാധാരണ പോലും കാണിക്കാത്ത ആ ബർബരന്മാരുടെ ദ്വീപിലേക്ക് ചെന്ന് കയറിയപ്പോൾ
അസാധാരണ ദയ ഇവർക്ക് വേണ്ടി നൽകി കൊടുത്തു. അസാധാരണ ദയ കാണിച്ചതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? അസാധാരണ അഭിഷേകമുള്ള പൗലോസ് ആ ദ്വീപിലെത്തിയപ്പോൾ അവനോട് അസാധാരണ ദയ കാണിച്ചു. നീ അസാധാരണ കഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ട് അസാധാരണമായ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവവൈതലാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളോട് അസാധാരണ ദയ കാണിക്കാൻ ദൈവം ചിലരോട് കൽപ്പിക്കും. നീ അവരെ ഒതുക്കരുത്, നീ അവരോട് അസാധാരണ ദയ കാണിക്കണം. ബർബരന്മാർ അസാധാരണ ദയ കാണിച്ചു. ചില രാത്രികളിൽ ദൈവം നൽകുന്ന ആലോചനകളും വെളിപ്പാടുകളും ഇല്ലാതാക്കാൻ വേണ്ടി ചുറ്റി നടക്കുന്ന ചില അണലികളെ കണ്ട് നീ ഭയപ്പെടേണ്ട. എത്ര ശക്തിയുള്ള അണലികൾ പോരാടിയാലും നിന്റെ കയ്യിലത് തൂങ്ങിയാലും 275 പേരുടെ കയ്യിലും തൂങ്ങാത്ത അണലി നിന്റെ കയ്യിൽ തൂങ്ങുന്നത് കണ്ട് നീ ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. നീ മൗനമായിട്ട് നിൽക്ക്. ആ അണലിയെ കുടഞ്ഞ് ചാടിക്കാനുള്ള തീയുണ്ട്, അത് നിന്റെ വ്യാപരിക്കുന്നുണ്ട്. അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേലുണ്ട്. നീ കുടഞ്ഞ് ചാടിച്ചാൽ മതി. നീ അതൊന്ന് കുടഞ്ഞ് ചാടിക്കുമ്പോൾ നിന്റെ പേര് മാറാൻ പോവാ. കുലപാതകൻ എന്നുള്ള പേര് മാറി നീ ഒരു ദേവനാണെന്ന് പറയാൻ പോവാ. ദ്വീപ് പ്രമാണിമാരുടെ വീടിനകത്ത് നിന്നെ കൊണ്ട് എനിക്ക് ചിലത് ചെയ്യിക്കാനുണ്ട്. അവിടെ നടക്കുന്ന ഒരു സൗഖ്യം മൂലം ഈ മെലീത്ത ദ്വീപിനെ ദൈവം തുറക്കുക. ആ അണലി ഒരു ദ്വീപ് തുറക്കുന്ന താക്കോലായിരുന്നു. മെലീത്ത ദ്വീപിനെ ദൈവം തുറന്നു. യേശുവിന്റെ നാമത്തിൽ ചില രാത്രികളിൽ ദൈവശബ്ദം കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാതെ പ്രയാസപ്പെടുവൊന്നും വേണ്ട. രാത്രിയുടെ യാമങ്ങളിൽ ദൈവം സംസാരിച്ച ശബ്ദത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് രാത്രികളിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, നീ പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് വൈകിയെന്ന് എനിക്ക് തോന്നുന്നു. മനുഷ്യനെ പരിഹസിക്കുന്നു. നീ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട് എന്തുകൊണ്ടാ നിന്റെ വീടിനകത്തൊരു മാന്യതയില്ലാത്തത്? നിന്റെ വിഷയത്തിൽ എന്താ ഒരു പരിഹാരമില്ലാത്തത്? ഇതൊക്കെ എത്ര ചോദ്യം കേട്ടത് അബ്രഹാമും സാറയും അല്ലേ? 24 വർഷമാണ് മനുഷ്യന്റെ ശബ്ദം ഇങ്ങനെ കേട്ടത്. പക്ഷെ ഒരിക്കൽ പോലും ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി കളയാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ തയ്യാറായ അബ്രഹാമിന്റെ വീടിനകത്ത് ഡയറക്റ്റ് ഇറങ്ങി വരാനൊരു ദൈവം ഇടയാക്കിയെങ്കിൽ എന്റെ നാവിലൂടെ പുറപ്പെടുന്ന ഈ വചനം കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയാം, ചില രാത്രികൾ നിങ്ങളുടെ വീടിനകത്ത് ദൈവം ഡയറക്റ്റ് ഇറങ്ങുമെന്ന് വിശ്വസിക്കണം. മറ്റാരോടും പറയാത്ത ചില ദൂതുകൾ നിങ്ങളുടെ വീട്ടിൽ പറയാൻ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുക. അല്ലെങ്കിൽ ഈ സമയത്ത് ഈ വചനം കേട്ടോണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? കിടന്നുറങ്ങുന്ന വീട്ടിലുള്ളവരൊക്കെ ഉറങ്ങുന്നതിനിടയിൽ ഇത് കേട്ടിരിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. നിങ്ങളാണ് ആ വീട്ടിൽ ദൈവശബ്ദം കേൾക്കാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടയാൾ. നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യിക്കാനുണ്ട് കേട്ടോ. ഈ രാത്രി നിങ്ങളുടെ വിടുതലിന്റെ രാത്രിയാണെന്ന് വിശ്വസിക്കണം. നഷ്ടമായതെല്ലാം മടക്കി തരുന്ന ഒരു മെലിത്തയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. എല്ലാം നഷ്ടപ്പെടുത്തി, പക്ഷേ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കൊടുത്തുകൊണ്ട് തകർന്ന കപ്പലിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു അശ്വനി ചിഹ്നമുള്ള കപ്പൽ ഒരുക്കി പൗലോസിനെ അക്കരെ എത്തിക്കുവാൻ, റോമിലെത്തിക്കുവാൻ സ്വർഗം ഇടപെട്ടെങ്കിൽ ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവിക വാഗ്ദത്തങ്ങളുടെ മുൻപിൽ, ദൈവശബ്ദത്തിന്റെ മുൻപിൽ മനുഷ്യന്റെ മുഖം നോക്കാതെ ദൈവമേൽപ്പിച്ച ദൗത്യം ചെയ്യാൻ തീരുമാനിച്ച എനിക്ക് നിങ്ങൾക്കും വേണ്ടി ദൈവം ഒരുക്കുന്ന വഴികൾ ശ്രേഷ്ഠമാണ്. ഇതുവരെ കാണാത്ത ദൈവപ്രവൃത്തികൾ അതിനകത്ത് മറഞ്ഞിരിപ്പുണ്ട്. ഇന്നുവരെ ചിന്തിക്കാത്ത വഴികളിലൂടെ ദൈവം നമ്മെ നടത്താൻ പോകുക. ചില രാത്രികൾ നമ്മുടെ അവസാനമല്ല, ചില വാഗ്ദത്തങ്ങളുടെ ആരംഭമാണ്. ചില വാഗ്ദത്തങ്ങൾ നമ്മുടെ കയ്യിലെത്താനുള്ള ആരംഭമാണ്. അതിനുശേഷമാണ് അവർ റോമിലെത്തിയത്. ചില രാത്രികളിൽ ലഭിച്ച ദൂത് നടക്കത്തില്ലെന്ന് തോന്നത്തക്ക നിലയിൽ ഒത്തിരി അപകട സാധ്യതയുള്ള അനുഭവങ്ങളിലൂടെ പോയേക്കാം, ഒത്തിരി വേദനാജനകമായ അനുഭവത്തിലൂടെ പോയേക്കാം. ഇതിനകത്ത് ഇനി ഒരു മറുപടി ഉണ്ടാകത്തില്ല. എല്ലാം തീർന്നു പോയി, അതിന്റെ ഒരു കഷണം പോലും കിട്ടാതെ പോയി എന്നൊക്കെ പറഞ്ഞ മനസ്സുകൊണ്ട് എല്ലാറ്റിനകത്തുനിന്നും മാറി നിരാശപ്പെട്ടതുപോലെ ഇരിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? പഠിച്ചതിനനുസരിച്ചൊരു ജോലി എനിക്ക് ലഭിച്ചില്ല, എനിക്കൊരു നല്ല വിവാഹം കിട്ടിയില്ല, വിവാഹം കഴിച്ചിട്ട് ഇത്ര വർഷമായിട്ട് തലമുറ ലഭിച്ചില്ല, എല്ലാം കൊണ്ട് ഞാൻ കഷ്ടപ്പെടുകയാണ്, നിരാശപ്പെടുകയാണ്, എന്റെ ശരീരം മുഴുവൻ രോഗത്താൽ ബാധിക്കപ്പെട്ടിരിക്കുന്നു, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറയുന്ന ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? എനിക്കറിയില്ല. പക്ഷേ ഈ ദൂത് തന്നവൻ അറിയാം ഇതാരൊക്കെ കേൾക്കുന്നുണ്ടെന്ന്. ഈ ദൂത് പറയാൻ പറഞ്ഞ് അധികാരപ്പെടുത്തിയവൻ പറയുന്നു, ചിലരുടെ രാത്രി കഴിയാറായി കേട്ടോ, രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നു. അതേ, ഈ രാത്രിക്ക് ഒരു അന്തമുണ്ട്, ഈ രാത്രിക്ക് ഒരു അവസാനമുണ്ട്. ഈ രാത്രി കഴിഞ്ഞൊരു പകലിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുന്നു.
ആയിരിക്കുക. നമ്മുടെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും മറുപടി തരുന്നൊരു പകല് യേശുവിന്റെ നാമത്തിലെ പകൽ ഈ രാത്രി വെളിപ്പെടട്ടെ. ചിലരുടെ ജീവിതത്തിനകത്ത് ആരും അംഗീകരിക്കാതിരിക്കുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഇത് പകൽ വെളിപ്പെടാൻ പോകുക. ഈ രാത്രി കഴിയും, ഈ രാത്രി തീരും, ഈ രാത്രിയിലെ പ്രതിസന്ധികൾ മാറും. ഇന്ന് വരെ കാണാത്ത ദൈവപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നൽകുവാൻ ലോകത്തിന്റെ വെളിച്ചമായി വന്നവൻ നമുക്ക് വേണ്ടി ഇറങ്ങി വരും. സകലത്തെ നിർമ്മിച്ച സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്ന ചില രാത്രികൾ ലോകത്തിലെ എല്ലാ മനുഷ്യരും കൈവിട്ട് മാറി നിൽക്കട്ടെ. നിന്റെ നന്മ കാണാനല്ല, തിന്മ കാണാൻ പലരും ആഗ്രഹിച്ചിട്ടുണ്ട്. അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കർത്താവ് ഇറങ്ങി നിൽക്കുന്ന രാത്രിയാണിത്. അതെ, നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നടക്കാതിരിക്കുവാൻ എല്ലാ പ്രതിസന്ധികളും ജീവിതത്തിൽ കൊണ്ടിട്ട് നമ്മളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ രാത്രിക്ക് ഒരു അവസാനമുണ്ട്. നീ ഒരു പകലിലേക്ക് പ്രവേശിക്കാൻ പോകുക. അതുകൊണ്ട് എഴുന്നേൽക്കണം, ഉണരണം, പ്രാർത്ഥിക്കണം. ആ രാത്രി കഴിവോളം പ്രാർത്ഥനയിൽ പോരാടണം. ഉപവസിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ ചില രാത്രികൾ കഴിഞ്ഞിട്ടില്ലേ? രാത്രിയുടെ യാമാരംഭങ്ങളിൽ നിലവിളിക്കുവാൻ പറയുന്നു. പൈതങ്ങളൊക്കെ വീതിയുടെ തലയ്ക്കൽ കിടക്കുന്നു. രാത്രിയുടെ യാമാരംഭങ്ങൾ എഴുതിട്ട് നിലവിളിക്കണം. തലമുറകളുടെ വിഷയങ്ങൾ കണ്ട് കരയേണ്ട ചില രാത്രികളുണ്ട്. അവരുടെ വിടുതലിന് വേണ്ടി കരയേണ്ട രാത്രികളുണ്ട്. അവരെ പിശാച് കൊണ്ടുപോകുന്നത് നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത്. പ്രാർത്ഥനയുടെ വലയത്തിനകത്തിരിക്കുന്ന നമ്മുടെ തലമുറകളെ പിശാച് പിടിച്ചു കൊണ്ടുപോകാതിരിക്കാൻ രാത്രിയുടെ യാമാരംഭങ്ങൾ എഴുതിട്ട് നിലവിളിക്കാൻ പോലെ കർത്തൃസന്നിധിയിൽ പകരുക. അതെ, ഈ ദിവസങ്ങളിൽ ചില രാത്രികളിൽ തലമുറയ്ക്ക് വേണ്ടി വെള്ളം പോലെ കർത്തൃസന്നിധി ഹൃദയത്തെ പകരണം. അങ്ങ് ഒഴിച്ചു കൊടുക്കണം. എവിടെയാ പകരുക എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നതാ. ഒഴിക്കുന്ന പാത്രത്തിൽ അത് കാലിയാവും. ഇങ്ങനെയാണ് പകരേണ്ടത്. നമ്മൾ പകരുമ്പോ പകുതി ഇതിനകത്ത് വെച്ചേച്ച് പകുതിയെ പകരുള്ളൂ. അങ്ങനെയല്ല, മുഴുവനായി പകരണം. നമ്മുടെ തലമുറയുടെ വിഷയത്തിൽ ദൈവം ഒരു മറുപടി തരാൻ പോവാ. കെട്ടിക്കിടക്കുന്ന ചില നന്മകൾ, അടഞ്ഞു കിടക്കുന്ന ചില വഴികൾ യേശുവിന്റെ നാമത്തിൽ രാത്രി ഓപ്പൺ ആകുക. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ കഷ്ടങ്ങളുടെ രാത്രിയാണ്, എന്നാൽ ഇത് രാത്രി ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ചില വഴികൾ യേശുവിന്റെ നാമത്തിൽ ഓപ്പൺ ആകട്ടെ. പിശാച് കെട്ടിവെച്ച ചില തലമുറകൾ റിലീസാവട്ടെ. അവരെ ആകാശ വഴിയിലേക്ക് കളയുന്ന, അവരെ ലോകപരമായ ഇമ്പങ്ങളിലേക്കും ലോകത്തിന്റെ ചിന്തകളിലേക്കും വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന പൈശാചിക ശക്തികളോട് യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ രാത്രി വഴിമാറുവാൻ കൽപ്പിക്കും. അത്ഭുതങ്ങൾ നടക്കട്ടെ. ഞങ്ങളെ പൊതിയണമേ. നിന്റെ നാമത്തിൽ സകലരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.